ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ലോങ് വീഡിയോ ആണിട്ടത്. ഇപ്പോൾ ഏകദേശം 12 മണി ആവാറായിട്ടോ. നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ തഞ്ചാവൂരിലോട്ടാണേ. എല്ലാ ദിവസവും രാത്രി ഒരു 12:15 ആകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് തഞ്ചാവൂരിലോട്ട് ട്രെയിൻ ഉണ്ട്. നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. 275 രൂപയാണ് പെർ പേഴ്സൺ വരുന്നത്. ഏകദേശം ഒരു 9:30 ആവാറാകുമ്പോഴത്തേനും തഞ്ചാവൂർ എത്തിക്കോളും. ഫ്രഷപ്പ് ആവാനായിട്ട് നമ്മൾ റെയിൽവേയുടെ തന്നെ റീറ്റെയിലിംഗ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 200 റുപ്പീസ് മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ്. നമ്മളിവിടെ റൂം എടുക്കുക ചെയ്തത് AC റൂമാണ് എടുത്തത്. 6 അവേഴ്സിന് 800 റുപ്പീസാണ് കേട്ടോ ആയത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു AC റൂമാണ്. കബോർഡ് ഉണ്ട്, അതുപോലെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, TV, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. 800 റുപ്പീസ് കൊടുത്ത് ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ 25 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ റെയിൽവേയുടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്കിപ്പോൾ സാരി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം, പിന്നെ നമ്മുടെ ലഗേജ് വെക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ ഏത് സ്ഥലം വേണമെന്നൊക്കെ ഞാൻ ChatGPT-നോട് ചോദിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മസാല ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ChatGPT-യുടെ സജഷനായിരുന്നു. എന്തായാലും നല്ല സജഷൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് അമ്പലത്തിലെത്തി. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞിരുന്നു വീഡിയോസൊന്നും അലൗഡല്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് റെസ്ട്രിക്റ്റ് ആയിരുന്നില്ല നമ്മൾ കയറിയ സമയത്ത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഫോൺ മേടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല. നമ്മുടെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായില്ല. എന്തായാലും നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് അങ്ങനെ എത്തിയിട്ടുള്ളൊരു ടെമ്പിളാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാണണം എന്നുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. എന്തായാലും ലൈഫിൽ ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് പോയി കാണണം എന്ന് ഞാൻ പറയും. അത്രയും നല്ല ഭംഗിയുള്ള അമ്പലമാണ്. നമ്മൾ എന്താ പറയുക, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരായിരുന്നു എന്ന് തോന്നി അവിടെ എത്തിയപ്പോൾ. അതായത് ഒന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ ഏർലി മോർണിംഗോ അങ്ങനെ എങ്ങാനും വരണമായിരുന്നു എന്ന് അവിടെ എത്തിയപ്പോൾ തോന്നി കേട്ടോ. പിന്നെ നമ്മൾ ട്രാവലിങ്ങിന് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ബസ്സൊക്കെ ആട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെപ്പറേറ്റ് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരികയാണെങ്കിൽ എങ്ങോട്ട് പോവുകയാണെങ്കിലും അവർ 100 റുപ്പീസാണ് ചാർജ് ചെയ്യുക. ഇനിയിപ്പോൾ ബസ് ഓട്ടോ ഒക്കെയാണെങ്കിൽ നമുക്ക് 10 രൂപ 12 രൂപയൊക്കെ വരുന്നുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കയറുക. അവിടെ നിന്ന് ഒരുവിധം എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സും ഉണ്ട് കേട്ടോ. സോ നമ്മൾ അമ്പലത്തിൽ പോയി നേരെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ChatGPT പറഞ്ഞ സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ മൊത്തത്തിലൊന്ന് തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പാലസ്, അതുപോലത്തെ വീണ ഉണ്ടാക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ പാവ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. പാലസിലോട്ട് എത്തിപ്പെടാൻ അത്യാവശ്യം ദൂരം നടക്കേണ്ടി വന്നു. കാരണം എന്തോടെ പണി നടക്കണ കാരണം കുറച്ച് വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് നമ്മൾ നടന്നു വന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോണ ഒരു ഓട്ടോയിലോ അങ്ങനെ എന്തെങ്കിലും പോകുക തന്നെയായിരിക്കും നല്ലത്. നമ്മൾ പക്ഷേ എന്തെങ്കിലും നടന്നല്ലേ വെച്ചിട്ട് നടന്ന് തന്നെ അവിടെ എത്തി. പാലസ് കണ്ട് അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ പറയുന്ന ലൈബ്രറി അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവർ നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് തരും. അതൊരു 20-25 മിനിറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. ശരിക്കും പറഞ്ഞ് ഈ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബൊമ്മ ഉണ്ടാക്കുന്ന സ്ഥലവും, അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ വീണ ഉണ്ടാക്കുന്ന സ്ഥലവും. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഈ വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ക്രോസ് ചെയ്യേണ്ട അവിടെ എന്തോ പണി നടക്കുകയായിരുന്നു റോഡിൻ്റെ. ഈ ബൊമ്മ ഉണ്ടാക്കുന്ന സ്ഥലം അന്ന് എന്തോ ലീവോ മുടക്കോ അങ്ങനെ എന്തോ ആയിരുന്നു. എന്നാലും നമ്മൾ വെറുതെ വിട്ടില്ലേ, വേറെ വീടുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയി. നമ്മൾ സത്യം പറയാലോ, അവിടുത്തെ ആ ചേട്ടൻ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ആൾ നമ്മളെ കണ്ടപ്പോഴേക്കും വായോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ച് ആളുണ്ടാക്കിയ വീണൊക്കെ നമുക്ക് തന്ന് ഇതെങ്ങനെയാണ് വായിക്കണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ഇരുന്ന് ആ ചേട്ടൻ്റെ ബ്രദേഴ്സും ആരൊക്കെ തന്നെയായിരുന്നു, ഫാമിലി ആയിട്ടാണ് തോന്നുന്നു അവർ നടത്തുന്നത്. അപ്പോൾ അവരത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ ഇവർ തൃശ്ശൂരിലോട്ട് ഇത് എന്താ പറയുക, ഇത് വാങ്ങുന്ന ആൾക്കാരുടെ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ തൃശ്ശൂർ കസ്റ്റമേഴ്സ് ഉണ്ട്, വരാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു വീണ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു ചേച്ചി ഇതുപോലെ പാവയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കാണാൻ വേണ്ടി പോയത്. പക്ഷേ പാവ നമ്മൾ വാങ്ങാനും കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 പാവ പർച്ചേസ് ചെയ്തു കേട്ടോ. ഒരു 350 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ക്വാളിറ്റി അനുസരിച്ച് പിന്നെ ഓരോ വർക്കൊക്കെ അനുസരിച്ച് അത് എന്താ പറയുക റേഞ്ച് കൂടിക്കൂടി വരും. നമ്മളവിടെ നിന്ന് 2 പാവേനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 6:15 ആകുമ്പോഴാണ് ട്രെയിൻ. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു. നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാവരും വരുമ്പോൾ ഒരു ഈവനിങ് സ്റ്റേ ചെയ്യുന്ന രീതിയിൽ വരാൻ നോക്കുക. കാരണം നൈറ്റ് വ്യൂ ആണ് ഇവിടുത്തെ സൂപ്പർ എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:40 ട്രെയിൻ വന്നത്. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ പോണ വഴിക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ട്രെയിനിലിരുന്ന് തന്നെ ഫുഡൊക്കെ ബുക്ക് ചെയ്തിട്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ ഒരു 4 മണിയായപ്പോൾ പുലർച്ചെ നമ്മുടെ തൃശ്ശൂരെത്തി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.